നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടാക്രമണത്തിൽ ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസിൽ ഒന്നാം പ്രതി ഹുസൈന്റെ ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. കേസിലെ മറ്റു പ്രതികളുടെ ശിക്ഷ കോടതി ശരിവെച്ചു. ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. ഇതിനു പുറമെ പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി വർദ്ധിപ്പിക്കണമെന്നും വിട്ടയച്ചവരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് സർക്കാരും മധുവിന്റെ കുടുംബവും നൽകിയ അപ്പീലുകളും ഹൈക്കോടതി വിധി പ്രസ്താവിക്കും. 2023 കേസിൽ കീഴ്ക്കോടതി ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതി ഹുസൈൻ ഉൾപ്പെടെ 13 പേർക്ക് 7 വർഷം കഠിന തടവായിരുന്നു കോടതി വിധിച്ചത്. 13 പേർക്കും 1 ലക്ഷം രൂപ വീതം പിഴയും കോടതി വിധിച്ചിരുന്നു. 16-ാം പ്രതി മുനീറിന് 3 മാസം തടവും 500 രൂപ പിഴ ശിക്ഷയും വിധിച്ചിരുന്നു. കേസിൽ 14 പ്രതികളെയായിരുന്നു 2023 കോടതി കണ്ടെത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ 16 പ്രതികളായിരുന്നു കേസിലുണ്ടായിരുന്നത്. അതിൽ 2 പ്രതികളെ കോടതി പിന്നീട് വെറുതെ വിട്ടിരുന്നു. 4-ാം പ്രതി അനീഷ്, 11-ാം പ്രതി അബ്ദുൾ കരീം എന്നിവരെയായിരുന്നു അന്ന് കോടതി വെറുതെ വിട്ടത്. ഇപ്പോൾ 1-ാം പ്രതിയെ കൂടി വെറുതെ വിട്ടതോടെ കേസിൽ കുറ്റക്കാരുടെ എണ്ണം 12ആയി കുറഞ്ഞു. കൊലപാതകം നടന്ന 5 വർഷത്തിനു ശേഷമായിരുന്നു 2023 കേസിൽ വിധി പ്രഖ്യാപിച്ചത്. 2022 ഏപ്രിലായിരുന്നു കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചത്. 103 സാക്ഷികളായിരുന്നു കേസിലുണ്ടായിരുന്നത്. ഇതിൽ മധുവിന്റെ ബന്ധുക്കളടക്കം 24 പേർ കൂറുമാറിയിരുന്നു. അട്ടപ്പാടിയിൽ 2018 ഫെബ്രുവരി 22-നാണ് അരി മോഷ്ടിച്ചുവെന്നാരോപിച്ച് ആൾക്കൂട്ടം മധുവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. 2 തവണയാണ് കേസിൽ പ്രോസിക്യൂട്ടർമാരെ മാറ്റിയത്. കേസിലെ 12 പ്രതികൾ ജയിലിലാണ്. 1-ാം പ്രതി ഹുസൈന് ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ഇയാൾക്കെതിരെ ശിക്ഷ നടപ്പാക്കുന്നത് കോടതി തടയുകയും ചെയ്തിരുന്നു. മധുവിനെ പിടിച്ചുകൊണ്ടുവന്ന സംഘത്തിൽ ഹുസൈൻ ഉണ്ടായിരുന്നില്ല എന്ന സാങ്കേതിക കാരണം പറഞ്ഞായിരുന്നു നടപടി. ന്യൂസ് ഡെസ്ക് തേർഡ് ഐ ന്യൂസ്.